ഹലോ ഗായ്സ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. പതിവ് പോലെ എൻ്റെ മോന് ഊണ് കൊടുത്തോട്ടെ. പക്ഷേ ഇന്ന് അവന് ഇച്ചിരി ശരീരം സുഖമില്ലായിരുന്നു കേട്ടോ. രാവിലെ ഇച്ചിരി ഛർദ്ദിച്ചായിരുന്നു. ഇന്നലെ കഴിച്ചത് എന്തോ ഡൈജഷനായിട്ടില്ലാന്ന് തോന്നി. അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് ചോറ്, തൈരും പഴമൊക്കെ ഇട്ടിട്ടൊന്ന് കൊടുത്തു കേട്ടോ. കുറച്ച് മെഡിസിൻ കൊടുക്കണമല്ലോ. ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധം. കാരണം അവന് ഒരു 2 മെഡിസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടാബ്ലറ്റ്സ് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം അവന് വേറൊരു മരുന്ന് ലിക്വിഡ് കൊടുക്കാൻ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ടാബ്ലറ്റ്സ് കൊടുത്തിട്ട് ഇവന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല അവൻ. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനത് രണ്ടും കൂടെ ഒന്നിച്ചു കൊടുത്തു. എന്തോ പിടിച്ചില്ലാന്ന് തോന്നുന്നു. രാവിലെ ഒരു പ്രാവശ്യം ഛർദ്ദിച്ചുള്ളൂ. പിന്നെ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇഷ്ടം പോലെ വെള്ളമൊക്കെ കുടിച്ചു, ഒരു 2-3 ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. എന്നാലും ഞാൻ ഇന്ന് കുറച്ച് ഫുഡുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അവന് അധികം വയ്യായിക്കൊന്നും അവനില്ല. ഇനി അവന് അടുത്ത മാസം കൃമിയുടെ മരുന്ന് കൊടുക്കണം. അപ്പോൾ കൃമിയൊന്നും ഉണ്ടായിട്ടല്ല, ഞങ്ങൾ കഴിഞ്ഞ മാസം കൃമിയുടെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അടുത്ത മാസം ഇനി ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ അവന്. അപ്പോൾ ഇഞ്ചക്ഷന് മുന്നായിട്ട്, അതായത് 10 ദിവസത്തിന് മുന്നായിട്ട് കൃമിയുടെ മരുന്ന് കൊടുക്കാൻ ഡോക്ടർ പറയും കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും അങ്ങനെയാണ്. അപ്പോൾ കൃമിയുടെ മരുന്ന് കൊടുത്തൊരു 10 ദിവസം 12 ദിവസം കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ട് അവർ റാബീസിൻ്റെയും അല്ലാതെ തന്നെ വേറെ 2 ഇഞ്ചക്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം ആ 2 ഇഞ്ചക്ഷൻ എടുക്കും, അത് കഴിഞ്ഞിട്ട് റാബീസിൻ്റെ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത മാസം ഇനി പിന്നെയും അവന് കൃമിയുടെ മരുന്ന് ഒക്കെ കൊടുക്കണം. ഇത് വലിയ പൊന്നു, നല്ല കുട്ടിയാണോ പൊന്നു? സുഖമൊക്കെയാണ് കേട്ടോ, സുഖമൊക്കെയാണ്. രാവിലെ ഒന്ന് ഇത്തിരി ഇന്നലെ കൊടുത്ത ചിക്കനൊക്കെ ഒന്ന് ഛർദ്ദിച്ചെന്നേ ഉള്ളൂ, ഇല്ല വേറെ ഒന്നുമില്ല. ഡൈജഷനായിട്ടില്ലാന്ന് തോന്നുന്നു. മെഡിസിൻ കൊടുത്തപ്പോൾ രണ്ടും കൂടെ. പിന്നെ എന്തൊക്കെയുണ്ട് ആൻറ്റിമാർ, അങ്കിളുമാർ, ചേച്ചിമാർ, ചേട്ടന്മാർക്കൊക്കെ സുഖമാണോ? അമ്മമാർക്കൊക്കെ സുഖമാണോ എന്ന് ചോദിച്ചാൽ മോൻ സുഖമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും. അപ്പോൾ ഗൈസ്, അപ്പുറത്തെ റൂമിൽ നിന്ന് അവൻ ഓടി ഇപ്പുറത്തെ റൂമിൽ വന്നു കേട്ടോ. അതെ, പൗഡർ ഇടാൻ എനിക്ക് കിടന്നു തരുന്നതാണ് കേട്ടോ. ചീത്തയൊന്നുമില്ല കേട്ടോ. ഞായറാഴ്ചയൊക്കെ കുളിപ്പിച്ച് അവനെ ഇന്നലെ നല്ല പച്ച എണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് എല്ലാം ചെയ്ത കേട്ടോ. ഇന്ന് പിന്നെ അധികം ഡ്രോപ്പ് മരുന്നുകളൊന്നും ഞാൻ കൊടുത്തില്ല, കാരണം വൈകുന്നേരം വരെ ഇരിക്കട്ടെ. അപ്പോൾ കുറച്ച് ചോറ് ആ ഒരു ഗുളിക കൊടുക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഇങ്ങനെ കാണിക്കണ എന്തിനെന്നറിയാമോ? നമ്മളോടുള്ള സ്നേഹം കൊണ്ടിട്ടാണ് കേട്ടോ. അമ്പാ മോഹൻ നോക്കട്ടെ മമ്മ, മോഹൻ നോക്കട്ടെ, വായോ മോഹൻ നോക്കട്ടെ, സുന്ദരനാക്കട്ടെ മമ്മ, വായോ. സുന്ദരനാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നോക്കട്ടെ മോഹൻ, കയ്യെത്തുന്നില്ല മമ്മിക്ക് കയ്യെത്തുന്നില്ല. ഇത് കണ്ടോ ഗൈസ്? സുന്ദരനാകട്ടെ, മോഹൻ നോക്കട്ടെ മമ്മ, വാ പൊന്നോ. ഇപ്പം ആക്റ്റീവായി. രാവിലെ ഒന്ന് തളർന്നൊക്കെ ഇങ്ങനെ ഛർദ്ദിച്ചിട്ട് കിടന്നായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ബിസ്ക്കറ്റ് കഴിച്ചപ്പോൾ ഓക്കെ. പിന്നെ ഞാൻ ഡോക്ടറിനോട് വിളിച്ച് ചോദിച്ചു. ഡോക്ടറോട് കുഴപ്പമില്ല, അത് ആ മരുന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ടോ. അല്ലാതെ നമ്മൾ അപ്പോൾ അടിക്കടി അങ്ങനെ കൊടുക്കാനും പാടില്ലായിരുന്നു. മോഹൻ നോക്കട്ടെ, മോഹൻ സുന്ദരനാവണ്ടേ, പൊന്നിനെ സുന്ദരനാവണ്ടേ. വേലത്തരം കാണിക്കുന്നുവോ മോൻ? അതേ പൊന്നിൻ്റെ എത്ര ബോളുകളാണത്, കണ്ടില്ലേ? ബോളൊക്കെ എത്ര ബോളുകളാണ്. ഇത് കണ്ടോ? ഒരു 100 പ്രാവശ്യം അടുക്കളയിൽ വരും കേട്ടോ എന്നെ നോക്കാം. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്താൽ അടുക്കളയുടെ അവിടെ വന്നിരിക്കും. ഞാൻ പല ഷോർട്സ് വീഡിയോ ഇട്ടു. ഭയങ്കര സ്നേഹം കേട്ടോ. സെറ്റിയിൽ വന്ന് ഞാനൊന്ന് വിയർക്കുമ്പോൾ തളർന്നിരുന്ന് കഴിഞ്ഞാൽ അവിടെ വരും അവൻ. എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്ന ഗൈസ് ഇവൻ. എന്നെ ഇങ്ങനെ സ്നേഹിച്ച് മമ്മിയെ കൊല്ലുന്ന. രാത്രി നിങ്ങൾക്ക് അറിഞ്ഞൂടാ, എൻ്റെ കയ്യിൽ മൊബൈലൊന്നും നമ്മൾ ആ സമയത്തൊന്നും തുറക്കത്തില്ലല്ലോ. കാരണം രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ 5 മണിക്ക് അവൻ എണീക്കും. അവന് മോർണിംഗ് വാക്ക് പോകാനും ഒക്കെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ എൻ്റെ അടുത്ത് വന്ന് ഒരു ഉമ്മയൊക്കെ തന്നിട്ടൊക്കെയാണ് പോകുന്നത്. അത് നമുക്ക് അറിയാൻ പറ്റും. അവൻ്റെ ചുണ്ട് കൊള്ളുമ്പോൾ ഒരു ഉമ്മ തരുന്ന. എന്നിട്ട് അവൻ്റെ അച്ഛൻ കൊണ്ടുപോകും, റോഡിലൊക്കെ കൊണ്ടുപോയി ഒരു അരമണിക്കൂർ അവനെ നടത്തിച്ച് അപ്പിയൊക്കെ ഇടിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് വെള്ളം കുടിയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് മുറ്റമൊക്കെ അടിച്ചു. 5 മണിക്ക് എന്നെ വിളിക്കുന്നതാണ് ആ കാണുന്നത്. അവനെ ഇടയ്ക്കിടയ്ക്ക് കാണണം. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും, ഒരിടത്ത് പോയില്ലടാ, അവിടെ ഉണ്ടടാ, എന്തിനാടാ ഇങ്ങനെ നോക്കുന്നതെന്ന്.
ബാത്റൂമിൽ പോയാൽ പിന്നെ ബാത്റൂമിൻ്റെ ഡോർ അടച്ചാൽ പുറത്ത് വന്നിരിക്കും. ഞാൻ കുളിച്ച് കയറി വരുന്നവരെയും അവിടെ ഇരുന്നോളും. ഇതാണ് സ്വഭാവം. അവർ ഭയങ്കര സ്നേഹമുള്ള ജീവികളാണ് കേട്ടോ. ഇവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ സ്നേഹമാണ് കേട്ടോ. ഇതൊന്നും വേറെ ആരും തരത്തില്ല. നമ്മുടെ മനുഷ്യന്മാരൊന്നും ഇങ്ങനെ 100% സ്നേഹമൊന്നും തരില്ല. എല്ലാവർക്കും ബന്ധുക്കളാവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, ആരാവട്ടെ, അവർക്കൊക്കെ അവരുടേതായ കാര്യങ്ങൾക്കുള്ള സ്നേഹവും ഒക്കെയാണ്, അല്ലാതെ സ്വാർത്ഥതകളും ഒക്കെയാണ്. ഇവരങ്ങനെയൊന്നും അല്ല, പാവം. ഇവരെ നോക്കുന്നവരെ ഭയങ്കരമായിട്ട് സ്നേഹം തരും കേട്ടോ. നമ്മൾ പുറമേ ഉള്ളവരായിട്ട് ആരെയും ഇപ്പോഴത്തെ, പക്ഷേ ഇവരെ പോലെയുള്ളവരെ വിശ്വസിക്കാം. അപ്പോൾ ചോദിക്കും, നമ്മുടെ നാട്ടിലെ ചില സ്ട്രീറ്റ് പപ്പീസൊക്കെ ഇപ്പോൾ കടിക്കുന്നുള്ളതുകൊണ്ടാണ് പലർക്കും ഇപ്പോൾ പെറ്റിനോടൊക്കെ വെറുപ്പ് വന്നിരിക്കുന്നത്. അതങ്ങനെയെന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് പപ്പീസിനെ അവർക്ക് അതിൻ്റേതായ സെക്യൂരിറ്റിയും അവരെ സേവ് ചെയ്ത് അവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തു നോക്കും. അവർക്ക് റേബീസ് ഒന്നും പിടിക്കത്തില്ല. അല്ലാതെ അവർക്ക് അതിൻ്റേതായ ശസ്ത്രക്രിയയും അവർക്ക് അതിൻ്റേതായ കുത്തിവയ്പ്പുകളൊക്കെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു രോഗവും വരില്ല. അവർ ഈ ചീത്ത ഭക്ഷണവും ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന ചീത്ത ഭക്ഷണവും ഡ്രെയിനേജിൽ അതങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ് അവർ ഭക്ഷണവും ഇതൊന്നും ഇല്ലാതെ റേബീസൊക്കെ വന്നു കൂടുന്നത്. പിന്നെ ചിലവർ പെറ്റ്, ഞാൻ ആ പാലക്കാടൻ ചങ്ങാതി കാണുമ്പോഴുണ്ടല്ലോ കുറേ പെറ്റുകളെ ഇങ്ങനെ കൊണ്ടുവന്ന് കളയണം. കഷ്ടം. എനിക്കിപ്പോൾ കണ്ട് 2-3 ദിവസം നമുക്ക് ഉറക്കം വരില്ല കേട്ടോ. സത്യമായിട്ടും നമ്മുടെ മകൻ്റെ മുഖങ്ങളിലൊക്കെ ഇത്ര കൂടുതലും ലാബിന് ബ്രീഡ്സിനെയൊക്കെയാണ് ബ്രീഡായിട്ടുള്ള പെറ്റ്സിനെയൊക്കെയാണ് കൊണ്ടുവന്ന് കളയുന്നത്. ഈ മേടിക്കുന്നവർ ഭക്ഷണവും കൊടുക്കുന്നില്ല, അതിനെ എല്ലും തോലുമാക്കി പുറത്ത് വിടുന്നു. എന്തിനാ പിന്നെ നിങ്ങൾ മേടിക്കണമെങ്കിൽ അതിന് ഭക്ഷണമെങ്കിലും കംസേക്കം കൊടുക്കും. അറ്റ്ലീസ്റ്റ് ഭക്ഷണമെങ്കിലും കൊടുക്കാൻ നോക്കുക. ഇന്നും ഞാൻ കണ്ടു ആ പാലക്കാടൻ ചങ്ങാതി എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആ സഹോദരനെ എല്ലാവരും തെറി പറയുന്നു കേട്ടോ. പാവങ്ങളാണ്. അവരെ കൊണ്ടുവന്ന എനിക്കറിയാം ഇവനെ ഒരാളെ നോക്കുന്നതിന് എന്തോരം മെഡിസിൻസ്, എന്തോരം ചിലവുകളെന്ന്. അവരെയൊക്കെ എടുത്ത് സെക്യൂർ ചെയ്ത് അതിനെ വയ്യാത്ത പെറ്റ്സിനെയൊക്കെ കൊണ്ടുവന്ന് നോക്കി, ആ ഡോഗ്സിനെയൊക്കെ നോക്കി എടുത്ത് മരുന്ന് കൊടുത്ത് മുടിയില്ലാത്തതിനെ മുടി വരുത്തുന്നു, മുടി കൊഴിയുന്നവരെ മുടി കൊഴിയാതിരിക്കാൻ നോക്കുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു, കണ്ണ് ഇതായിട്ടുള്ളവരെ ശസ്ത്രക്രിയ ചെയ്ത് അത് ചെയ്യുന്നു, കാലൊക്കെ ഓപ്പറേഷൻ ആക്സിഡൻ്റൊക്കെ പെട്ട് കിടക്കുന്ന എത്രയോ പപ്പീസിനെയൊക്കെ കൊണ്ടുവന്ന് അവർ നോക്കും. അവരെ സത്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ നമ്മളൊക്കെ. ഇവരെ നോക്കുന്നതിൽ ഇവനെ നോക്കുന്നതിൽ എനിക്കൊന്ന് കിടക്കാൻ പറ്റത്തില്ല. അവർ ഇത്രയും പെറ്റ്സിനെയും പപ്പീസിനെയൊക്കെ നോക്കുന്ന, ഡോഗ്സിനെയൊക്കെ നോക്കുന്ന അവരൊന്ന് സഹിക്കണം. സത്യത്തിൽ അവർക്ക് നല്ലൊരു സല്യൂട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ചിലവരുണ്ട് അതിന് വേണ്ടി, അതിപ്പോൾ ഈ നമ്മൾ 10 നല്ല കമൻറ്റ് വന്ന ഒരു കമൻറ്റ് ചീത്തയായിട്ട് ഇടാൻ ആൾക്കാരും ചീത്ത പറയാനൊക്കെ ആൾക്കാരും. എല്ലാവരും പെറ്റിനെയും ഡോഗ്സിനെയൊക്കെ സ്നേഹിക്കണമെന്നില്ലല്ലോ. ചിലവർക്ക് പൂച്ചയോടായിരിക്കും ഇഷ്ടം, ചിലവർക്ക് പെറ്റ്സിനോടായിരിക്കും ഇഷ്ടം, ചിലവർക്ക് പശുക്കളോടായിരിക്കും. പക്ഷേ എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ്. പശുവിനോടും ഒക്കെ എനിക്ക് പശു എന്നൊക്കെ വെച്ച് ഭയങ്കര ജീവനുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. മൃഗങ്ങളോടും എനിക്ക് ഇങ്ങനെയും ഭയങ്കര ഇഷ്ടമാണ്. ആനയോടും പക്കികളോടും പക്ഷികളോടും തത്തമ്മയോടും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ. മൃഗങ്ങളെയും ജീവികളെയൊക്കെ ഒത്തിരി അധികം സ്നേഹിക്കുന്ന. പക്ഷേ ഇവിടങ്ങളിൽ ഞങ്ങളുടെ ഈ കൽക്കട്ട, ഞങ്ങളുടെ ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ എല്ലാവരും ഉണ്ടല്ലോ, ഓരോരോ ഇലാക്കയിൽ അവരോരോ ഇലാക്കയിലുള്ള പെറ്റ്സിനെയൊക്കെ പപ്പീസിനെ, പുറത്തുള്ള സ്ട്രീറ്റ് പപ്പീസിനെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ റാബീസായിട്ട് കടിച്ച സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ റാബീസായിട്ട് കടിച്ച ഒരു സംഭവങ്ങളോ അങ്ങനെ വളരെ അപൂർവമാണ് കേട്ടോ. പിന്നെ റോഡിലൊക്കെ ആക്സിഡൻറ്റ് വന്ന് കിടന്നാൽ ബംഗാളീസ് അതിനൊക്കെ ഭയങ്കര നല്ല ഇൻട്രസ്റ്റാണ്. അതിനെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് ഞങ്ങളുടെ ഈ ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് ഓപ്പറേഷൻ ചെയ്ത് നോക്കും. ഡോക്ടർ പോലും കാശ് മേടിക്കാതെ നോക്കും കേട്ടോ, പ്രൈവറ്റായിട്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞേ എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഒരു ഹായ് കൊടുത്തേ പൊന്നു. ഹായ് കൊടുത്തേ. നല്ല മോൻ അല്ലേ മമ്മിയുടെ പൊന്നു മോൻ. ഹായ് കൊടുത്തേ. ആ ഹായ് കൊടുക്കുക. നല്ല മോനാണ്. ഹായ് ഒക്കെ കൊടുക്കുക. ഹായ് കൊടുക്ക് പൊന്നോ. ഹായ്. മമ്മി വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു വീഡിയോ. ഒന്ന് കൊടുത്തേ, ഹായ് എന്ന് പറഞ്ഞ് കൊടുത്തേ. എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ഹായ് എന്ന് കൊടുത്തേ. ഒരു ഹായ് കൊടുത്തേ പൊന്നോ. ഒരു ഹായ് കൊടുത്തേ. ഒരു ഹായ് ഗൈസ്. ഹായ് തന്നേ.
എപ്പോഴെപ്പോഴും തരൂല കേട്ടോ, കൊച്ചിന് മൂടിയില്ല. ഒരു ഹൈയും കൂടെ കൊടുത്തേ, ഈ കൈ കൊണ്ട് കൊടുത്തേ, ഈ കൈയുടെ ഹായ് ഹായ് ഹായ്. അപ്പോൾ ഒരു മൺഡേ ഹായ് ആയി കേട്ടോ, മൺഡേ ഹായ്. ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ. നമ്മുടെ ചക്കര ഉമ്മ ഹായ്. നല്ല കുട്ടിയാണ് കേട്ടോ, ഗുഡ് ബോയ് ആണ് കേട്ടോ. എല്ലാവർക്കും ഹൈ കൊടുത്തേട്ടാ. അപ്പോൾ ചേച്ചിമാർ, ചേട്ടന്മാർക്ക്, അന്യന്മാർക്ക്, അങ്കിൾമാർക്കൊക്കെ ഒരു ഹൈ കൊടുത്തു. ഒന്നും കൂടെ കൊടുത്തേ കൊന്നു, ഒന്നും കൂടെ കൊടുത്തേ, ഒരു ഹൈയും കൂടെ കൊടുത്തേ. ഒരു മൺഡേ ഹാപ്പി ഹായ്, ഒരു മൺഡേ ഹാപ്പി ഹായ് കൊടുത്തേ പൊന്നോ പൊന്നോ. ഉമ്മ അല്ല കൊടുക്കാൻ പറഞ്ഞ മമ്മി, ഹായിയാ പറഞ്ഞേ, ഉമ്മ അല്ല കൊടുക്കാൻ. ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്കൊക്കെ എപ്പോഴും മോനോട് ചോദിച്ചാൽ ഭയങ്കര വെയിറ്റ് ആട്ടോ. ഒരു ഈ കയ്യിൽ കൊടുക്കുക. ഹായ് 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 കൊടുത്തു കേട്ടോ. അപ്പം മൺഡേ ഹാപ്പി ഹായ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് മോൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് കുറേ കിട്ടി കേട്ടോ. അയ്യോ, ഇതിൻ്റെ ഇടയ്ക്ക് റിമോട്ട് കൺട്രോൾ താഴെ വീണതാട്ടോ. അപ്പോൾ കുറേ ഹായ് കിട്ടി ഇന്ന് മോൻ്റെ. മൺഡേ ഹാപ്പി മൺഡേ. നല്ല പൊന്നോ. എല്ലാവരും നല്ലതായി ഇരിക്കട്ടെ. കുറേ അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ട്രിപ്പ് ഇട്ടേക്കുന്നു മിഷ്യൽ, അടുത്ത ട്രിപ്പ് ഇവിടെ കിടക്കുന്നു, അടുത്ത ട്രിപ്പ് അവിടെ കിടക്കുന്നു. ഓരോരോ ട്രിപ്പ് അലക്കാനാണ്. അപ്പോൾ ഇതൊക്കെ അലക്കി ഒന്ന് കൊണ്ട് മോനെ ഉറക്കിയിട്ട് വേണം ഇതൊക്കെ കൊണ്ടൊന്ന് വിരിക്കാൻ. ഷീറ്റൊക്കെ മാറ്റി, ഇപ്പോൾ ഷീറ്റൊക്കെ കഴുകാൻ ഇട്ടേക്കുന്നതായിട്ടോ ഗൈസ്. ഷീറ്റൊക്കെ മാറ്റി എല്ലാം വന്നതായിട്ടോ. ഈ കൊച്ച് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ പിറകെ വന്നത്. ഞാൻ പോകുന്നില്ല പൊന്നോ, അലക്കാൻ പോയതാണ് മമ്മി, തുണി വിരിക്കാൻ പോയതാണ്. ഓരോടത്ത് പോയില്ല മമ്മി, പോകുന്നില്ല പൊന്നോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഗൈസ്. അപ്പോൾ നാളൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഒരുപാട് പണികളുണ്ട്. ഇനി ഇതൊക്കെ തുണികളൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിട്ട് വരണം. ഇത്തിരി പണികളുണ്ട് കേട്ടോ. ഉപ്പറേ ആയി നീ കിടന്ന് ഉറങ്ങ, എന്നാലും എനിക്ക് പണിയെടുക്കാൻ പോകാൻ പറ്റുള്ളൂ. ഈ വെയിലത്ത് മുകളിലേക്ക് വരണ്ട, കിടന്നോ. ആ ഊട്ടോ ഉപ്പറേ ആയി ഉപ്പറേ. ഓടിവാ കയറി. ഇത് കണ്ടോ ഗൈസ്. ബോഷ് അവിടെ കിടന്നേ പൊന്നു. എന്നാ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. അവിടെ കിടന്നോ പൊന്നു, അവിടെ കിടന്നു കേട്ടാ. ഗുഡ് ബോയ്. അവിടെ കിടക്കുന്നു കൊച്ച് പറഞ്ഞാലൊക്കെ അനുസരണമുള്ള കൊച്ചാണ്, നല്ല കൊച്ചാണ്. ഒബീഡിയൻ ബോയാണ് കേട്ടോ ഗൈസ്, ഒബീഡിയൻ ബോയാണ്. കിടന്നോ പൊന്നു, കിടന്നോ അവിടെ കിടന്ന് ഉറങ്ങിക്കോ കേട്ടാ. മമ്മി AC ഒക്കെ ഇട്ടിട്ടുണ്ട്. അതേ കണ്ടോ, AC ഒക്കെ ഇട്ടിട്ടുണ്ട് മമ്മി. അപ്പോൾ കിടന്ന് ഉറങ്ങിക്കോ. മമ്മി തുണിയൊക്കെ വിരിച്ചിട്ട് വരാം, അല്ലെങ്കിൽ വെയിൽ പോവും. ഭയങ്കര വെയിലാണ്, മോനെ മുകളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വൈകുന്നേരം മുകളിൽ പോവാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. കൊച്ചിനി അവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളും കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.